കൂട്ടുകാരി പഞ്ചാഗ്നി പുത്തൻ പ്രമോൽ നമ്മുടെ അങ്ങനെ അമൃതയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാവട്ടെ. നമ്മുടെ അനഘയും അഖിലയും നമ്മുടെ ആതിരയും ആരാധ്യയും ഒക്കെ അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര പാട്ടും ബഹളവും ആഘോഷമൊക്കെ ആട്ടോ. അതിനിടയിൽ നമ്മുടെ കലാവധി ആ ഒരു പെണ്ണിനെ നമ്മുടെ ആ ഒരു കുക്കിനെ ഇങ്ങനെ വിഷം കെമിക്കൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അഭിമന്യുവിന്റെ ആ ഒരു ഫ്രൈഡ് റൈസ് ചേർക്കാൻ. ആ ഡാൻസും പാട്ടിന്റെ ഇടയിൽ അവർ നല്ല വൃത്തിയായിട്ട് ആ ഒരു കെമിക്കൽ നമ്മുടെ ആ ഒരു ഫ്രൈഡ് റൈസിലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ജീവൻ തോമസ് സാറിന് ആരാണ്ടൊക്കെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടെ. അപ്പൊ നമ്മുടെ ആ ഒരു നിഴല് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരു മുടി വെച്ചിട്ടൊരു രൂപം. ഇനി അത് പ്രേതമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. അപ്പൊ ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ തോമസ് സാർ അല്ലേ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്, ദൈവേ തന്നെ തുറന്നു വിടണം, ദിവ്യപ്രഭ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനഘയും അഖിലൊക്കെ ഇവിടെ ഒരു പിറന്നാൾ ആഘോഷത്തിന്റെ മൂഡിലാണ്. അപ്പുറത്തപ്പോൾ ആരായിരിക്കും? അപ്പുറം നമുക്ക് ഇങ്ങനെ മുടി വെച്ചിട്ടൊരു രൂപം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ആരാണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നൊന്നുമില്ല. അപ്പൊ മിക്കവാറും അതൊരു പ്രേതം തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ ആഘോഷവും തിമിർപ്പും അതിന്റെ ഇടയിൽ നമ്മുടെ ഫുഡിൽ വിഷം ചേർക്കലും നമ്മുടെ സുമേഷും ദിവ്യപ്രഭയും ആ ഒരു ബോംബ് പൊട്ടിക്കാൻ ശ്രമിക്കലും, എവിടെയാണെങ്കിൽ എല്ലാം പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തും ആഘോഷം ഇതൊക്കെ ആസ്വദിച്ച് നമ്മുടെ അഭിമന്യുവും ആഘോഷമൊക്കെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു രംഗം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ അഖില നമ്മുടെ എന്താ പറയുക ശ്യാമലയുടെ ഭർത്താവ് നമ്മുടെ അഖിലയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ അപ്പൊ അഖില ഇങ്ങനെ ആകാശിനെ നോക്കുക, ആകാശമായിട്ടും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ കൃത്യസമയത്ത് ആകാശ് വന്ന് ഇടപെട്ടായിട്ട് കൊടുക്കേണ്ട മറുപടി നമ്മുടെ സോമനാഥനായിട്ട് കൊടുക്കുന്ന രംഗവും നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിട്ട് നാളെ വരാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.